നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുമായി കോൺഗ്രസ് നേതാവ് CR മഹേഷ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനെതിരെ CR മഹേഷിനെതിരെ പ്രതിഷേധമുയരുകയാണ്. DYFI ആണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ CR മഹേഷ് MLAയുടെ കോലം കത്തിച്ചു. ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്ന ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ പോയി ചേർത്ത് നിർത്തുന്ന CR മഹേഷിന് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെയും ഗർഭചിത്രത്തിലൂടെ ഇല്ലാതായ കുഞ്ഞുങ്ങളോടും ഐക്യദാർഢ്യമുണ്ടോ എന്നാണ് പ്രതിഷേധത്തിലൂടെ DYFI പ്രവർത്തകർ ചോദിച്ചത്. യോഗം DYFI കരുനാഗപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറി KS അബാദ് ഫാഷ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് BK ഹാഷിം അധ്യക്ഷനായി. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു CR മഹേഷ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിലെത്തി കണ്ടത്, ദീർഘനേരം സംസാരിച്ചത്. ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ CR മഹേഷും സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇരുവരും കൂടിക്കാഴ്ച നടത്തി എന്ന കാര്യം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് സമൂഹ മാധ്യമത്തിൽ അടക്കം ഉയർന്നത്. രാഹുൽ അടൂരിലെ വീട്ടിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് CR മഹേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് എന്നായിരുന്നു മഹേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. CR മഹേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമാണ്: ഏറെ കാലത്തിന് ശേഷം പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുമുട്ടിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് കരുനാഗപ്പള്ളിയിൽ എന്തുകൊണ്ട് മഹേഷിന് എതിരാളികളില്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഒറ്റ കാരണമേ ഉള്ളൂ, ആളുകളുടെ മനസ്സിൽ ആഴത്തിൽ സ്നേഹത്തിന്റെ വേരുറക്കുന്നവനാണ് ഈ മനുഷ്യൻ, ചേർത്ത് നിർത്തുന്നവരൊരുത്തൻ. പ്രിയപ്പെട്ട CR ഇന്ന് വീട്ടിൽ വന്നപ്പോൾ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചത്. എന്തായാലും നമുക്കറിയാം, വലിയ വിവാദമായിരുന്നു. ഈ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു. ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. പല നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിലുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തന്നെ എതിർക്കുന്നു. അതിനിടയിലാണ് ചില നേതാക്കൾ അദ്ദേഹത്തിന് ഇപ്പോൾ VK ശ്രീകണ്ഠൻ MPയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോൾ CR മഹേഷ് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിക്കുകയുണ്ടായി, രാഹുൽ മാങ്കൂട്ടത്തിലിന് സംസാരിച്ചാൽ, കൂടിക്കാഴ്ച നടത്തിയാൽ എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യം വരെ VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും രാഹുലിന് ഭ്രഷ്ട് കൽപ്പിച്ചവർ അല്ലെങ്കിൽ രാഹുലിനെ അകറ്റി നിർത്തിയവർ തന്നെ അദ്ദേഹത്തോട് അടുക്കുന്നു എന്നതിന്റെ സൂചനയായി ഇത് മാറിയിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ച നടത്തി ഇപ്പോൾ CR മഹേഷിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഫേസ്ബുക്കിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിമർശനം. പവർ കട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് രാഹുലിന്റെ വിമർശനം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ആ വാർത്തയുടെ വിശദാംശം കൂടി നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ ലോഡ് ഷെഡിങ്ങിനെയും അതിരൂക്ഷമായി വിമർശിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ പലയിടങ്ങളിലും പവർ കട്ട് ഉണ്ടായി, ലോഡ് ഷെഡിങ് ഉണ്ടായി, പല നിമിഷങ്ങളോളം ഇത്തരത്തിൽ കറണ്ട് ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി. ഇതിനെ വിമർശിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്രകാരമാണ്: പവർ കട്ടല്ല, കേക്ക് കട്ടാണ്. കേക്ക് കട്ട് സമയത്ത് കേക്ക് കാറ്റ് ബെസ്റ്റ് ആണ്. ഏത് ഡാഷ് മോനാണാവോ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഡാഷ് മോൻ പ്രയോഗമൊക്കെ വളരെ വിവാദമായതാണ്. അതേ ഡാഷ് പ്രയോഗം അല്ലെങ്കിൽ ഡാഷ് മോൻ പ്രയോഗം എടുത്തു മുഖ്യമന്ത്രിക്കെതിരെ ഉപയോഗിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഡാഷ് മോനെ എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം രാഹുലിനോട് ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് പ്രഖ്യാപിതോ അപ്രഖ്യാപിതമായ വൈദ്യുതി നിയന്ത്രണങ്ങൾ തുടരുകയാണ്. അതിനിടയിലാണ് ബ്രാൻഡിങ്ങിനെ ഉന്നയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. കഠിനമായ ചൂടിൽ ജനം വലയുമ്പോൾ വൈദ്യുതി ബോർഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, വളരെ വലിയ രീതിയിലുള്ള വൈദ്യുതി ഉപയോഗമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉയരുന്നത്. അത്രമാത്രം ചൂടാണ്. അതിനിടയിലാണ് സംസ്ഥാനത്ത് പലയിടത്തും കഴിഞ്ഞ ദിവസം മിനിറ്റുകളോളം കറണ്ട് ഇല്ലാതെ ഇരുന്ന അവസ്ഥയുണ്ടായത്. അതും രാത്രിയിൽ വളരെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ റെയിൽ, ഫോൺ തുടങ്ങിയ പദ്ധതികളുടെ പേരിനൊപ്പമുള്ള ഉപയോഗിച്ച് വൈദ്യുതി തടസ്സത്തെ കട്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള പോസ്റ്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചത്. പ്രത്യേകിച്ച് ഏത് ഡാഷ് മോനാണാവോ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന രാഹുലിന്റെ പ്രയോഗം അത് കടുത്ത പ്രയോഗമായി പോയില്ലേ എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. നീ ആദ്യം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തമ്മി തല്ലുന്നവരുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നോക്ക് രാഹുലെ, എന്നിട്ട് നോക്കാം ഇവിടുത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നായിരുന്നു ഒരാൾ ഫേസ്ബുക്കിൽ കമന്റ് കുറിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റിന് കീഴിൽ. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിനക്ക് മനസ്സിലായില്ലേ? അതായത് നിന്നെ എടുത്ത് ജയിലിൽ ഇട്ടില്ലേ, അവന്റെ പേരാണ് പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതാണ് മുഖ്യമന്ത്രി എന്ന മറുപടികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിറയുന്നുണ്ട്. മറ്റൊരാൾ കമന്റിൽ കുറിക്കുന്നത്, ഇതിൽ നല്ലത് ഉമ്മൻചാണ്ടിയുടെ ഇരുണ്ട കാലമായിരുന്നു. അരമണിക്കൂർ എന്ന് പറഞ്ഞ് പവർ കട്ട് മാത്രമേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാത്രി എന്നോ പകലെന്നോ ഇല്ല, ഓരോ മണിക്കൂറിലും 15 മിനിറ്റ് വീതം വൈദ്യുതി പോകുന്നു. എന്നിട്ട് പറയുന്നത് പവർ കട്ട് ഇല്ലാത്ത കേരളമെന്ന്. മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി തള്ളുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ ഒരുപാട് നേരം ഉണ്ടായ ഈ ഒരു പവർ കട്ട് അല്ലെങ്കിൽ കറണ്ട് പോകുന്ന അവസ്ഥയെ അതിരൂക്ഷമായിട്ടാണ് ജനങ്ങൾ വിമർശിക്കുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വരുന്നത്. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചത്. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഏർപ്പെടുത്താതെ തന്നെ മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ KSEB സ്വീകരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ചൂട് കൂടുതലായതിനാൽ ഓരോ ദിവസവും വൈദ്യുതി ആവശ്യകതയിൽ 50 മെഗാവാട്ടിന്റെ വർധന രേഖപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന ആവശ്യകത നിറവേറ്റുന്നതിന് മറ്റു സംസ്ഥാനങ്ങളുമായി ഏർപ്പെട്ടിരുന്ന പവർ ബാങ്കിംഗ് ക്രമീകരണത്തിൽ 200 മെഗാവാട്ടിന്റെ കുറവ് 16-ാം തീയതി മുതൽ ഉണ്ടായി. വീണ്ടും 200 മെഗാവാട്ടിന്റെ കുറവ് 20-ാം തീയതി മുതൽ മറ്റൊരു 200 മെഗാവാട്ടിന്റെ കുറവ് 26-ാം തീയതി മുതലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന ഉയർന്ന താപനില ഈ മാസം 26 വരെ തുടരാനും സാധ്യതയുണ്ട്. മെയ് മാസത്തിൽ ഒരാഴ്ചയോളം ഉയർന്ന താപനില ഉണ്ടായേക്കും. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് കൂടിയ അളവിൽ വൈദ്യുതി ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടായതിനാൽ ദീർഘകാല കരാറിൽ ഏർപ്പെടാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുവാദം KSEB തേടിയിരിക്കുകയാണ്. 22-ാം തീയതിയിലേക്ക് ശേഷം അനുമതി കിട്ടാമെന്ന് കരുതുന്നുവെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിരുന്നു. അതായത് സംസ്ഥാനത്ത് ഒരു ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലാതെ തന്നെ ഈ പ്രതിസന്ധി അതിജീവിക്കാനാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ലക്ഷ്യം കൈവരിക്കാനായില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടരെ പവർ കട്ടിങ് ലോഡ് ഷെഡിങ് ഒക്കെ ഉണ്ടാകുന്നു. സംസ്ഥാനം ചുട്ടുപൊള്ളുന്നതിനിടെ തുടർച്ചയായ 2-ാം ദിവസവും വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ റെക്കോർഡാണ് നേരിട്ടത്. നേരത്തെയുള്ള റിപ്പോർട്ടാണ്. അതായത് സംസ്ഥാനത്ത് 117.15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ഈ റിപ്പോർട്ടുകൾ അതായത് ഈ ഒരു സാഹചര്യം വന്ന നിമിഷമാണ്. അപ്പൊ ഇപ്പോൾ കണക്കുകളൊക്കെ മാറിയിട്ടുണ്ടാകാം. വൈദ്യുതിയുടെ ആവശ്യകത വരെ കൂടിയിരിക്കുകയാണ്. 2024 മെയ് 3 രേഖപ്പെടുത്തിയ റെക്കോർഡാണ് കഴിഞ്ഞ ദിവസങ്ങളായി തിരുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. 2024 മെയ് 3 115.94 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലെത്തിയതോടെ പവർ കട്ടിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന സൂചനകൾ വന്നിരുന്നു. പക്ഷെ ഒരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന വിമർശനമാണ് നിലവിൽ ഉയരുന്നത്. നിലവിൽ തന്നെ പല പ്രദേശത്തും അപ്രഖ്യാപിത പവർ കട്ട് ഏർപ്പെടുത്തിയിരുന്നു. അതുകൂടാതെയാണ് കഴിഞ്ഞ ദിവസം എല്ലാ ജനങ്ങളെയും വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പവർ കട്ട് ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പവർ കട്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞിരുന്നില്ല. അത്തരത്തിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കടുത്ത ചൂടിൽ കേരളം വെന്തൊരുകയാണ്. അതിനാൽ തന്നെ ഫാനിന്റെയും AC-യുടെയും ഉപയോഗം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം. LPG ക്ഷാമത്തെ തുടർന്ന് ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം വർദ്ധിച്ചു. അങ്ങനെ മൊത്തത്തില് വൈദ്യുതി ഉപഭോഗം വളരെയധികം മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇത്തരത്തിലൊരു പവർ കട്ട് അല്ലെങ്കിൽ ഒരു ലോഡ് ഷെഡിംഗ് പോലത്തെ സംവിധാനം വരുമ്പോൾ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. 4.5 മണിക്കൂർ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്ന കാലം കേരളത്തിനുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളത്തിലേക്ക് നമ്മൾ എത്തിയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. വൈദ്യുതി അന്യമായിരുന്ന കാലത്തു നിന്നും എല്ലാ വീടുകളും എല്ലാ ജില്ലകളും സമ്പൂർണ്ണ കേരളത്തെ വൈദ്യുതീകരണത്തിലേക്ക് എത്തിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അവകാശവാദമൊക്കെ അത് അസ്ഥാനത്തായി പോകുന്നു എന്ന സാഹചര്യമാണ് നിലവിൽ ലോഡ് ഷെഡിംഗ് പവർ കട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF-ന്റെ ഭരണ തുടർച്ച വൈദ്യുത മേഖലയിലെ വികസന തുടർച്ചയ്ക്ക് കാരണമായി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല എന്ന തീരുമാനം വന്നത് വൈദ്യുതി കരാറുകളുടെ കാലാവധി നീട്ടിയതിനെ തുടർന്ന് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായ പശ്ചാത്തലത്തിലായിരുന്നു ലോഡ് ഷെഡിംഗ് വേണ്ടാന്ന് വെച്ചത്. വൈദ്യുതി കരാറുകൾ ഡിസംബർ 31 വരെ അതായത് 2023 ഡിസംബർ 31 വരെയാണ് നീട്ടിയിരുന്നത്. വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അർദ്ധരാത്രി ഉത്തരവിറക്കുകയും ചെയ്തു. 2023 ഡിസംബർ 31 വരെ കരാറുകളുടെ കാലാവധി നീട്ടിയതാണ്. 2024 ജനുവരി 1 മുതൽ പുതിയ കരാറിലൂടെ വൈദ്യുതി ലഭ്യമാക്കുമെന്നും അത്തരത്തിൽ തീരുമാനം വരികയും പിന്നീട് ലോഡ് ഷെഡിങ്ങും വൈദ്യുതി നിയന്ത്രണങ്ങളും ഒഴിവാക്കുക എന്ന തീരുമാനത്തിലേക്ക് എന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു. എന്തായാലും പുതിയ കരാർ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടപ്പാക്കിയത്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ അതായത് ലോഡ് ഷെഡിങ്ങോ ഇത്തരത്തിൽ പവർ കട്ടോ ഇല്ലാതെ നമ്മൾ കഴിഞ്ഞു പോയതാണ്. പക്ഷെ ഈ പ്രാവശ്യത്തെ ചൂടെല്ലാം അസ്ഥാനത്താക്കിയിരിക്കുന്നു. എല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള കടുത്ത ചൂടാണ് ഉണ്ടാകുന്നത്. അതോടെ വൈദ്യുതി ഉപഭോഗം കൂടുകയും ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ പവർ കട്ട് കറണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനും സർക്കാരിനെതിരെ വിമർശനം രൂക്ഷമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.